നിന്നെ ഇഷ്ടമല്ലാത്തോണ്ടല്ല കപ്പു. നീ ഒന്ന് മനസ്സിലാക്ക്. നമുക്കിനി ഇത് വേണ്ട. പ്രണയത്തിലൂടെയുള്ള ഹൃദയത്തിൻ്റെ യാത്രയ്ക്ക് 7 തലങ്ങളാണുള്ളതെന്നാണ് സൂഫിവര്യന്മാർ പറയുന്നത്. നല്ല അഭിപ്രായമാണ്. ഇതിന് ഇത്രയും നല്ലൊരു പടം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. It's a really nice movie. Lot of emotional roller coaster. ഇത്ര അടുത്തൊന്നും ഞാൻ ഇത്ര നല്ല സിനിമ കണ്ടിട്ടില്ല. തരക്കേടില്ല, നല്ല പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കരഞ്ഞുപോയി. സെക്കൻഡ് ഹാഫിൽ നടനും നടിയും ഇത് അവരുടെ ഫസ്റ്റ് മൂവിയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ദേ ആർ ബ്രില്യൻറ്റ്. ക്ലൈമാക്സിനോട് അടുത്തുള്ള നായികയുടെ യാത്ര, അവിടെ അവർ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്, സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ ഭാഗമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ലാസ്റ്റ് കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. നല്ല ഫീൽ ആയിരുന്നു. ഒരു ലവ് സ്റ്റോറി. ഭയങ്കര ഫീലിംഗ് ആണ്. പ്രണയമില്ലാത്തവർ പ്രണയിച്ചു. എല്ലാത്തരം ഇമോഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. ഫാമിലി, ലവ്, ഒരു അച്ഛൻ മകൻ ബോണ്ട് ഭയങ്കര രസമായിട്ടുണ്ട്. സ്പെഷ്യലി മ്യൂസിക്കലി അടിപൊളിയായിട്ടുണ്ട്. വേറെ ഫീലിംഗാണ് വന്നത് ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ. കരയും. ലാസ്റ്റ് ഭയങ്കര സങ്കടമായിരുന്നു. കോലം കണ്ടില്ലേ, കരഞ്ഞായിരുന്നു. ഇമോഷണൽ ആസ് വെൽ ആസ് ഒരു അടിപൊളി ഫാമിലി മൂവിയാണ്. ഇറ്റ് വാസ് റിയലി നൈസ്. അടിപൊളി മൂവി ആയിരുന്നു. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ട്രൂ ലവ് സ്റ്റോറി കാണുന്നത്. നല്ല രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ വന്ന് കണ്ട്, പക്ഷേ പടം ഓക്കെയാണ്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. പുതിയ ആൾക്കാരാണ്. ഇത്രയേ ഉള്ളൂ. ശരി ശരി.